ലോക കേരള സഭയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ലോക കേരള സഭ. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, വളരെയധികം അഭിനന്ദനാർഹമായ സംഭവം തന്നെയാണ്. ഈയൊരു ഏറ്റവും വിഷമമുള്ള കാലഘട്ടത്തിലൂടെ പലസ്തീൻ കടന്നു പോകുമ്പോൾ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ലോക കേരള സഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഭിനന്ദന നിമിഷം തന്നെയാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷം തന്നെയാണ് ലോക കേരള സഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എല്ലാ വേദികളിലും പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മൾ കണ്ടിരുന്നെങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോക കേരള സഭയിൽ, 4ാം ലോക കേരള സഭയിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഈ വേദിയിൽ ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രമേയമാണ് പാസ്സായിരിക്കുന്നത്. കൂട്ടക്കുരുതിയിൽ നിന്ന് പലസ്തീനിലെ ഈ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് പ്രമേയം. ഒപ്പം പലസ്തീൻ എംബസി കൈമാറിയ കഫ്യ പ്രമേയാവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. ഏതായാലും ഇന്ന് സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഇത്തരത്തിൽ ഒരു സന്തോഷകരമായ ഒരു നിമിഷം പങ്കിടുന്നത്. ഏതായാലും വന്ന ഈ പ്രവാസ ലോകത്തിനും അതോടൊപ്പം തന്നെ 103 രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഒപ്പം ഇന്ത്യയിലെ തന്നെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഒക്കെ പങ്കിട്ട ഒരു വേദിയിലാണ് ഇത്തരത്തിലൊരു നല്ല നിമിഷം ഉണ്ടായത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ ഈ മേഖലാ യോഗങ്ങളും റിപ്പോർട്ടിങ്ങും തുടങ്ങിയിരുന്നു. രാവിലെ 9:30 സമാപന ദിവസമായ ഇന്നത്തെ യോഗങ്ങൾ ആരംഭിച്ചത്. 10:30 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ട് തുടങ്ങി. ശേഷം ഇപ്പോൾ വിവിധ സെഷനുകളിലായി മേഖലാടിസ്ഥാനത്തിലും വിഷയാടിസ്ഥാനത്തിലും ക്രിയാത്മകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലോക കേരള സഭാ സമ്മേളന വേദിയിൽ ഇത്തരത്തിൽ ഒരു സന്തോഷകരമായ നിമിഷം പങ്കിടുന്നത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സന്തോഷകരമായ നിമിഷം ഉണ്ടായത്. ഏതായാലും പലസ്തീൻ പതാക സ്പീക്കർ എൻ ഷംസീർ ഏറ്റുവാങ്ങിയിരുന്നു വേദിയിൽ നിന്ന്. ഇതുൾപ്പെടെ 10 പ്രമേയങ്ങളാണ് ലോക കേരള സഭയിൽ ഇതുവരെ പാസാക്കിയിട്ടുള്ളത്. ഒപ്പം ഓസ്ട്രേലിയയിൽ നിന്നുള്ള അംഗം റെജിൻ പൂക്കൂത്താണ് ഈ പലസ്തീൻ പ്രമേയം അവതരിപ്പിച്ചത്. തുടർന്നുള്ള ഇന്നത്തെ സമ്മേളനങ്ങൾക്ക് ശേഷം, ഈ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്കൊക്കെയും മറുപടി നൽകും. ശേഷം സ്പീക്കർ എൻ ഷംസീറിന്റെ സമാപന പ്രസംഗം ഉണ്ടാകും. ഇതോടുകൂടി ഇന്നത്തെ സമാപന സമ്മേളനം നടക്കും. ഒപ്പം ഈ 3 ദിവസത്തെ സമ്മേളന പരിപാടിയാണ് ഈ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 ദിവസമായി ചുരുങ്ങിയത്. എങ്കിൽ കൂടിയും കൂടി തുടങ്ങിയ ഈ സമ്മേളനം വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളും പ്രവാസികൾക്ക് ലോക കേരള സഭയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. വളരെ അഭിനന്ദനാർഹമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.